ഇപ്പോൾ കവി ശ്രീകുമാരൻ തമ്പി മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണം. മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇതിനേക്കാൾ ഇൻസൾട്ട് എന്താണ്? അങ്ങനെ അവരെന്തിനും എന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു. അവർ നിരത്തിരിക്കാമായിരുന്നു. നേരത്തെ തന്നെ കേരളത്തിലെ എല്ലാ കവികളിൽ നിന്നും പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ പാട്ട് സ്വീകരിച്ചപ്പോൾ എന്തിനും എന്നോട് പാട്ടുകൾ പറഞ്ഞു. ഈ അങ്ങ് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അങ്ങ് ആദ്യം തന്നെ ഇത് പറ്റില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ്. അങ്ങയോട് നിർബന്ധിച്ച് എഴുതാൻ പറഞ്ഞത്. അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടും അങ്ങയുടെ പാട്ട് നിരസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങയോട് വിലമതിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് അങ്ങയെ നേരിട്ട് കാണും, അങ്ങയോട് സംസാരിക്കും, ആ തരത്തിലുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല എന്നതാണ് മന്ത്രി പറയുന്നത്. അതിനെങ്ങനെയാണ് സർക്കാർ? മന്ത്രിക്ക് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം ഏറ്റെടുക്കാറില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പം ഞാനൊരു പാട്ട് എഴുതി കൊടുക്കുന്നു, എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നു, എനിക്ക് വയ്യാന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട, നിങ്ങൾ മറ്റാരെ കൊണ്ട് എഴുതിക്കുന്നു ഞാൻ പറയുന്നു. അബൂബക്കർ പറയുന്നു താങ്കളല്ലാതെ മറ്റാര് എന്ന് അബൂബക്കർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എഴുതാൻ തയ്യാറായത്. താങ്കളല്ലാതെ മറ്റാരും ചോദിച്ച ആള് എന്റെ പാട്ട് കിട്ടിയതിന് ശേഷം അവര് ചെയർമാനും ഞാൻ അവർ കറക്ഷൻ ആവശ്യപ്പെട്ട് കറക്ഷൻ ചെയ്ത് അയച്ചത് ശേഷം നന്ദി എന്ന് മാത്രം എനിക്ക് സച്ചിദാനന്ദ മറുപടി അയക്കുന്നു. അതൊക്കെ എന്റെ ലാപ്ടോപ്പിൽ കിടന്നുണ്ട്. അപ്പോൾ അത് നന്ദി എന്ന് മാത്രം മറുപടി അയക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു എന്നല്ലേ മനസ്സിലാക്കുക. അതിനുശേഷമാണ് അവർ പരസ്യം കൊടുക്കുന്നത് കേരള ഗാനം ക്ഷണിക്കുന്നു കവികളിൽ നിന്ന്. അങ്ങനെ കേരള ഗാനം കവികൾ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ഹരിഗാനം കൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ മനഃപൂർവ്വം, കാരണം സച്ചിദാനന്ദൻ ഞാനും തമ്മിൽ ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സച്ചിദാനന്ദൻ നടത്തിയ പ്രതികാരമാണിത്. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോഴും സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്, ഇത് കമ്മിറ്റിയിൽ ആരും ഈ ഗാനം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങയുടെ ഗാനം അംഗീകരിച്ചില്ല. പാട്ടുകളിൽ ഒരു ക്ലീഷയാണ്. അത് അദ്ദേഹത്തിന്റെ തീരുമാനം. അത് ആയിക്കോട്ടെ. അതായത് ശ്രീകുമാരൻ എഴുതിയത് ക്ലീഷയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞു, എന്നോട് എഴുതാൻ എന്തിനു പറഞ്ഞു? നിങ്ങളിപ്പോ കേട്ടോ, ഇപ്പൊ ഞാൻ എഴുതിയ വരികൾ ക്ലീഷയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. മലയാളത്തിൽ അങ്ങ് എഴുതിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും മലയാളികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഗാനമാണ്. അങ്ങ് എഴുതി കൊടുത്ത കേരള ഗാനവും അതിഗംഭീരമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു വിഭാഗം അതിനെ കാണുന്നതുമുണ്ട്. അങ്ങ് ആ പ്രേക്ഷകർക്ക് മുമ്പിൽ അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത്, അങ്ങ് അത് യൂട്യൂബിലിടും, അങ്ങയുടെ സ്വന്തം ചെലവിൽ തന്നെ അത് നിർമ്മിച്ച് യൂട്യൂബിലിടും, അത് കേരള ജനത ഏറ്റെടുക്കുമെന്ന് ആത്മവിശ്വാസം അങ്ങ് പ്രകടിപ്പിച്ചു. ആ പാട്ട് മലയാളികൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കുമോ അങ്ങേക്കിപ്പോ? സച്ചിദാനന്ദൻ നേരത്തെയുള്ള ആ ഒരു ഇത് തന്നെയാണ് ഇപ്പൊ പ്രകടമാകുന്നത് എന്നതാണ് കരുതേണ്ടത്. സച്ചിദാനന്ദൻ നേരത്തെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ അല്ല, കുറച്ച് അദ്ദേഹത്തിന് അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. അത് എന്റെ നന്മയാണ്, എന്റെ നന്മ കൊണ്ടാണ് വീണത്. തിന്മയാണെങ്കിൽ ഒരിക്കലും വീഴില്ല. അപ്പൊ എന്റെ നന്മ കൊണ്ട് ഞാൻ വീണു. അപ്പോൾ എന്റെ പാട്ട്, എന്റെ വരികൾ ക്ലീഷയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കും. ഈ പാട്ട് ഞാൻ ഈ ഹരിതഭംഗി കവിത ചൊല്ലും എന്റെ കേരളം, സഖ്യഗിരിജൻ ലാൾനായി വേസം കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇപ്പോ സച്ചിദാനന്ദനെ പോലെ ഒരു പൂവെന്നോ ആകാശമെന്നോ നിലാവെന്നോ പറഞ്ഞ ക്ലീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദൻ എഴുതുന്ന ഈ എന്താ റോട്ടൻ ലൈൻസ്, ഡ്രൈ ലൈൻസാണ് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നേരത്തെ ഈ കേരള സാഹിത്യ അക്കാദമിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തില് ഒന്നും പറയാനില്ല. സാഹിത്യ അക്കാദമി ഇതേവരെ എനിക്ക് ഒരു പുരസ്കാരം തന്നിട്ടില്ല. എന്താണ് അതിന്റെയൊക്കെ കാരണമായിട്ട് അങ്ങ് കാണുന്നത്? എന്റെ തുടർന്ന് പറച്ചിലാണ്. ഞാൻ ഫ്രാങ്കായി പറയും. ഈ കേരളത്തില് പല സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഒക്കെ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലുള്ള എഴുത്തുണ്ട്. പക്ഷെ അങ്ങ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സാഹിത്യ അക്കാദമി അതിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കം അങ്ങക്കെതിരെ നടത്തിയത്. തീർച്ചയായിട്ടും ഇതിൽ ബോധപൂർവ നീക്കം തന്നെയാണ് ഇത്. പക്ഷെ ഇത് ഞാൻ വെറുതെ ഇപ്പം മന്ത്രിസഭയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നേതാക്കളെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
എന്നെ സംബന്ധിച്ച് സച്ചിദാനന്ദനും അബൂബക്കറും ചെയ്ത ഒരു പ്ലാനാണ്. ഇവനെ നമുക്കൊന്ന് വെക്കണം, ഇവനെ ഒന്ന് ഇവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു പണി. ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ മറ്റാരുണ്ട് എഴുതാനെന്ന് ചോദിച്ച അബൂബക്കർ തന്നെ പിന്നീട് ഈ പാട്ട് അതേ പറഞ്ഞു. അവസാനത്തെ വരികൾ അതിഗംഭീരമാണ് അബൂബക്കർ എന്നോട് പറഞ്ഞത്. അവസാനത്തെ വരികൾ വളരെ അതിഗംഭീരമാണ്. തുടക്കം മാത്രം ഒന്ന് മാറ്റിയാൽ മതി. തുടക്കം മാത്രം മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇളനീരിൻ മധുരം എന്ന് പറയുന്ന കൃഷിയാണെന്നുണ്ടെങ്കിൽ സച്ചിദാനന്ദൻ മലയാളിയല്ല. കമ്മിറ്റിക്ക് അംഗീകരിക്കാനാവാത്ത പദങ്ങൾ അതിലുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ട വരികളുടെ കമ്മിറ്റി അംഗീകരിക്കാൻ പറ്റാത്ത ഏത് വരികളുള്ളത്? അല്ല, അബൂബക്കർ ആദ്യം പറഞ്ഞിരുന്നത് ഒഴിവാക്കിയിട്ടില്ല, പരിഗണിക്കുകയാണെന്നാണ്. പക്ഷെ സച്ചിദാനന്ദനാണ് ഇപ്പൊ പറഞ്ഞത് പൂർണ്ണമായും. അപ്പൊ അവര് തമ്മിൽ തന്നെ ഒരു വ്യക്തമായ തീരുമാനം ഇത് ഇല്ലെന്നല്ലേ അർത്ഥം. അപ്പൊ അബൂബക്കർ പറഞ്ഞു ഇതുവരെ അതേ സച്ചിദാനന്ദൻ പറഞ്ഞു അഡ്വാനാണ് പാടെ ഇട്ടു എന്ന് പറയും. ഇത് ഏതാ സത്യം? ഇവർ തമ്മിൽ കവി ശ്രീകുമാരൻ തമ്പി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും റിഡിക്യൂൾ ചെയ്യാനും വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. സച്ചിദാനന്ദന് ചെറിയൊരു പ്രശ്നം നേരത്തെ തന്നെ തന്നോട് ഉണ്ടായിരുന്നു. കവി സച്ചിദാനന്ദൻ പകപോക്കിയതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു.